എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കൊമേഴ്സ് സിലബസിലെ മൂന്നാമത്തെ മൊഡ്യൂളായ ഫൈനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റില് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്? ഓപ്ഷൻ എ, ടു റെഗുലേറ്റ് ഗവൺമെന്റ് പോളിസീസ്. ഓപ്ഷൻ ബി, ടു ഫെസിലിറ്റേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ഫണ്ട് ബിറ്റ്വീൻ ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. ഓപ്ഷൻ സി, ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. ഓപ്ഷൻ ഡി, ടു ഇഷ്യൂ കറൻസി. അതായത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്താന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ബോറോവേഴ്സിനെയും ലെൻഡേഴ്സിനെയും അവരുടെ ഫണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, then അടുത്തത്, ദ മാർക്കറ്റ് വേർ ന്യൂ സെക്യൂരിറ്റീസ് are issued for first time is called option A secondary market, option B money market, option C primary market, option D forex market. അതായത് കമ്പനീസിന്റെ പുതിയ സെക്യൂരിറ്റീസ് ഫസ്റ്റ് ടൈം ആയിട്ട് ഏത് മാർക്കറ്റിലാണ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ഏത് മാർക്കറ്റിലാണ്? പ്രൈമറി മാർക്കറ്റിലാണ് അല്ലെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെക്കൻഡറി മാർക്കറ്റിൽ കമ്പനീസിന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കണം. ദെൻ മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തഡ് ഓഫ് ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ ഇൻ ദ പ്രൈമറി മാർക്കറ്റ്? ഓപ്ഷൻ എ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഓപ്ഷൻ ബി, റൈറ്റ് ഇഷ്യൂ. ഓപ്ഷൻ സി, പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഓപ്ഷൻ ഡി, ഡേ ട്രേഡിംഗ്. അതായത് പ്രൈമറി മാർക്കറ്റിൽ നിന്നും ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളുണ്ട്. അതിൽ വരാത്ത മെത്തേഡ് ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് കേട്ടോ, ഡേ ട്രേഡിംഗ് ആണ്. ബാക്കിയുള്ളതൊക്കെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗും റൈറ്റ് ഇഷ്യൂ പ്രൈവറ്റ് പ്ലേസ്മെന്റും. ഓക്കെ, അപ്പോൾ മെത്തേഡ് ഓഫ് ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എ പാർട്ട് ഓഫ് വിച്ച് മാർക്കറ്റ്? ഓപ്ഷൻ എ, പ്രൈമറി മാർക്കറ്റ്. ഓപ്ഷൻ ബി, സെക്കൻഡറി മാർക്കറ്റ്. ഓപ്ഷൻ സി, മണി മാർക്കറ്റ്. ഓപ്ഷൻ ഡി, കമ്മോഡിറ്റി മാർക്കറ്റ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് മാർക്കറ്റിന്റെ ഭാഗമാണെന്നാണ് ചോദിച്ചത്. ഏത് മാർക്കറ്റിന്റെയാണ്? സെക്കൻഡറി മാർക്കറ്റിന്റെയാണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. ഓക്കെ, ദെൻ അടുത്തത്, which of the following securities is not traded in the stock exchange? Option A, equity shares. Option B, debentures. Option C, government bond. Option D, fixed deposit. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടാത്ത സെക്യൂരിറ്റി ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. സിമ്പിൾ ആണ് അല്ലെ? ഏതാണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആറാമത്തെ ചോദ്യം, ദ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ഈസ്? ഓപ്ഷൻ എ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓപ്ഷൻ ബി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓപ്ഷൻ സി, കൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓപ്ഷൻ ഡി, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ, NSE ആണ്, ഓർത്തിരിക്കണേ. ദെൻ അടുത്ത ചോദ്യം, സെബി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? ഓപ്ഷൻ എ, 1988. ഓപ്ഷൻ ബി, 1992. ഓപ്ഷൻ സി, 1956. ഓപ്ഷൻ ഡി, 2000. സെബി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988 അല്ലെ? അത് ഓർത്തിരിക്കാം. അതേപോലെ തന്നെ സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറിയത് 1992 കേട്ടോ, അത് ഓർത്തിരിക്കണേ. എട്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സെബി? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സെബിയുടെ ഫുൾ ഫോം എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ്. എ ആണ് ആൻസർ വരുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സെബി? ഓപ്ഷൻ എ, റെഗുലേറ്റിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓപ്ഷൻ ബി, പ്രിന്റിംഗ് കറൻസി നോട്ട്. ഓപ്ഷൻ സി, കൺട്രോളിംഗ് ഫിസിക്കൽ പോളിസി. ഓപ്ഷൻ ഡി, മാനേജിംഗ് ഫോറിൻ ട്രേഡ്. സെബിയുടെ ഫംഗ്ഷൻ എന്താണ്? റെഗുലേറ്റിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, പത്താമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് സെക്യൂരിറ്റീസ് ഓൺ ദ സെയിം ഡേ ഈസ് കോൾഡ്? ഓപ്ഷൻ എ, ആർബിട്രേജ്. ഓപ്ഷൻ ബി, ഹെഡ്ജിംഗ്. ഓപ്ഷൻ സി, ഡേ ട്രേഡിംഗ്. ഓപ്ഷൻ ഡി, ഇൻസൈഡർ ട്രേഡിംഗ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് സെയിം ഡേ തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഡേ ട്രേഡിംഗ് എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇത് പഠിച്ചു വെക്കണേ. പതിനൊന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് ദ സെക്കൻഡറി മാർക്കറ്റ്? ഓപ്ഷൻ എ, ന്യൂ ക്യാപിറ്റൽ ഫോർമേഷൻ. ഓപ്ഷൻ ബി, ട്രേഡിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. ഓപ്ഷൻ സി, ഡയറക്റ്റ് ഇന്ററാക്ഷൻ വിത്ത് കമ്പനീസ്. ഓപ്ഷൻ ഡി, ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ്. അതായത് സെക്കൻഡറി മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ട്രേഡിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആണ് അല്ലെ? ഓക്കെ, അത് പഠിച്ചു നോക്കാം കേട്ടോ. ദെൻ അടുത്തത്, ദ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് കമ്മോഡിറ്റി മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. ഓപ്ഷൻ എ, സെബി. ഓപ്ഷൻ ബി, RBI. ഓപ്ഷൻ സി, ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ അഥവാ FMC. ഓപ്ഷൻ ഡി, IRDAI.
അതായത് ഇന്ത്യയിൽ കമ്മോഡിറ്റി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റി ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? സെബി ആണ് കേട്ടോ, ഓർത്തിരിക്കണേ. അതേപോലെ തന്നെ ഈ ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ ഉണ്ടല്ലോ, ഇത് 2015 സെബി ആയിട്ട് മെർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യണേ. ദെൻ 13ാമത്തെ ചോദ്യം, വിച്ച് ഇൻഡെക്സ് ഈസ് നോൺ ആസ് ദ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? ഓപ്ഷൻ എ സെൻസെക്സ്, ഓപ്ഷൻ ബി നിഫ്റ്റി 50, ഓപ്ഷൻ സി BSE 100, ഓപ്ഷൻ ഡി ഡോ ജോൺസ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പെർഫോമൻസ് കാണിക്കുന്ന ഇൻഡെക്സ് ആണ് ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ഉണ്ട്. അതിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് അറിയപ്പെടുന്നത് നിഫ്റ്റി 50 എന്നാണ് കേട്ടോ. അതേപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ആണ് സെൻസെക്സ്. അത് പഠിച്ചു വെക്കണേ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ആണ് സെൻസെക്സ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50. 14ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെപ്പോസിറ്ററി ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്? ഓപ്ഷൻ എ ടു ഇഷ്യൂ ന്യൂ ഷെയർസ്, ഓപ്ഷൻ ബി ടു ഹോൾഡ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം, ഓപ്ഷൻ സി ടു റെഗുലേറ്റ് ബ്രോക്കേഴ്സ്, ഓപ്ഷൻ ഡി ടു ഫിക്സ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇവിടെ ചോദിച്ചത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഡെപ്പോസിറ്ററിയുടെ റോൾ എന്താണ്. പണ്ട് കാലത്തൊക്കെ ഈ സ്റ്റോക്കുകളൊക്കെ ഫിസിക്കൽ ഫോമിലായിരുന്നു ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നത്. അതായത് ഷെയർസ് വാങ്ങുന്ന ആൾക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. പിന്നീട് ഇതൊക്കെ ഇലക്ട്രോണിക് ഫോമിലേക്ക് ആക്കി മാറ്റി. അപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റില് സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ ഹെൽഡ് ചെയ്യുന്നത് ഡെപ്പോസിറ്ററിയിലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 15ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്? ഓപ്ഷൻ എ ഇക്വിറ്റി ഷെയർസ്, ഓപ്ഷൻ ബി കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ഓപ്ഷൻ സി ഡിബഞ്ചർ, ഓപ്ഷൻ ഡി മ്യൂച്വൽ ഫണ്ട്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആണ്. ബാക്കിയുള്ളതൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന സെക്യൂരിറ്റീസ് ആണ്. ഇക്വിറ്റി ഷെയർസും ഡിബഞ്ചേഴ്സും മ്യൂച്വൽ ഫണ്ടും. ഓപ്ഷൻ ഡി കൊമേഴ്ഷ്യൽ പേപ്പർ ആണ് ഇവിടുത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് കേട്ടോ. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കാം. 16ാമത്തെ ചോദ്യം, ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു ഫോം എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ഈസ്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 50. അതായത് ഇന്ത്യയിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓപ്ഷൻ സി ആണ്, 20 പേഴ്സൺസ് ആണ്. ഓക്കെ, അടുത്തത് 17ാമത്തെ ചോദ്യം, ഇൻസൈഡർ ട്രേഡിംഗ് ഈസ്? ഓപ്ഷൻ എ ലീഗൽ ഇൻ ഇന്ത്യ, ഓപ്ഷൻ ബി പണിഷബിൾ ഒഫൻസ് അണ്ടർ സെബി, ഓപ്ഷൻ സി allowed only for brokers, ഓപ്ഷൻ ഡി പെർമിറ്റഡ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. അതായത് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെന്നുള്ളത് ഒന്ന് ഓർത്തിരിന്നാൽ മതി. ഇപ്പൊ നിങ്ങൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് സെബി ആക്ട് പ്രകാരം പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നുള്ള പ്രോസസ്സ്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള പ്രോസസ് ആണ് ഇൻസൈഡർ ട്രേഡിംഗ് കേട്ടോ. 18ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? ഓപ്ഷൻ എ പ്രൊവൈഡിംഗ് ലിക്വിഡിറ്റി ടു ഇൻവെസ്റ്റേഴ്സ്, ഓപ്ഷൻ ബി ഫെസിലിറ്റേറ്റിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ, ഓപ്ഷൻ സി പ്രിന്റിംഗ് കറൻസി നോട്ട്, ഓപ്ഷൻ ഡി എൻഷുറിംഗ് ഫെയർ ട്രേഡിംഗ് പ്രാക്ടീസ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? പ്രിന്റിംഗ് ഓഫ് കറൻസി നോട്ട് ആണ് അല്ലെ? അത് RBIയുടെ ഫംഗ്ഷൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ദ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ വാസ്? ഓപ്ഷൻ എ NSE, ഓപ്ഷൻ ബി BSE, ഓപ്ഷൻ സി CSE, ഓപ്ഷൻ ഡി MSE. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. BSE ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 1875 ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്? ഓപ്ഷൻ എ ട്രഷറി ബിൽ, ഓപ്ഷൻ ബി കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ഓപ്ഷൻ സി കോർപ്പറേറ്റ് ബോണ്ട്, ഓപ്ഷൻ ഡി കോൾ മണി. അതായത് താഴെ തന്നതിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഏതാണ് ആൻസർ വരിക? കോർപ്പറേറ്റ് ബോണ്ട് ആണ് അല്ലെ? ബാക്കിയുള്ളതൊക്കെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ട്രഷറി ബില്ലും കൊമേഴ്ഷ്യൽ പേപ്പേഴ്സും കോൾ മണി. ഓക്കെ, ദെൻ അടുത്തത്, സെബി ഗെറ്റ്സ് ഇറ്റ്സ് റെഗുലേറ്ററി പവർ ഫ്രം? ഓപ്ഷൻ എ കമ്പനീസ് ആക്ട് 1956, ഓപ്ഷൻ ബി ദ സെബി ആക്ട് 1992, ഓപ്ഷൻ സി ദ RBI ആക്ട് 1934, ഓപ്ഷൻ ഡി ദ ഇൻകം ടാക്സ് ആക്ട് 1961. അപ്പൊ ഇന്ത്യയില് സെബിക്ക് ഒരു റെഗുലേറ്ററി പവർ ഉണ്ട് അല്ലെ? അത് ഏത് ആക്ടിലൂടെയാണ് കിട്ടിയത്? സെബി ആക്ട് 1992ലാണ്. അപ്പൊ ആ ആക്ട് ഏത് ഇയറിലാന്നുള്ളത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. സെബി ആക്ട് 1992 ആണ്. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ്
physical shares into electronic form is called option A dematerialization, ഓപ്ഷൻ ബി റീമെറ്റീരിയലൈസേഷൻ, ഓപ്ഷൻ സി ആർബിട്രേജ്, ഓപ്ഷൻ ഡി അൺറൈറ്റിംഗ്. അതായത് പണ്ടൊക്കെ ഫിസിക്കൽ ഫോമിലുള്ള ഷെയർസ് ആയിരുന്നു സെക്യൂരിറ്റീസ് മാർക്കറ്റിലൂടെ ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നത്. പിന്നീട് അത് ഇലക്ട്രോണിക് ഫോമിലേക്ക് ആക്കി മാറ്റി അല്ലെ. അപ്പൊ ഈ ഫിസിക്കൽ ആയിട്ടുള്ള ഷെയർസ് ഇലക്ട്രോണിക് ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ഡീമെറ്റീരിയലൈസേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് the financial market? Option A, only stock market. Option B, only bond market. Option C, both the stock and the bond market. Option D, only forex market. Answer വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ബോത്ത് സ്റ്റോക്ക് ആൻഡ് ബോണ്ട് മാർക്കറ്റ് ആണ് ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ ഭാഗമായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദ പ്രൈമറി റെഗുലേറ്റേഴ്സ് ഓഫ് മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ ഈസ് ഓപ്ഷൻ എ സെബി, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി IRDAI, ഓപ്ഷൻ ഡി PFRDA. അതായത് ഇന്ത്യയിൽ മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റി ആരാന്നാണ് ചോദിച്ചത്. അത് RBI ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് സെബി ആണ്, പക്ഷെ മണി മാർക്കറ്റ് ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്നത് RBI ആണ് കേട്ടോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്? ഓപ്ഷൻ എ ഇക്വിറ്റി ഷെയർസ്, ഓപ്ഷൻ ബി ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഓപ്ഷൻ സി ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ഡി മ്യൂച്വൽ ഫണ്ട്. അപ്പൊ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിന് എക്സാമ്പിൾ ഏതാണ്? ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഏതാന്ന് മാത്രം ഒന്ന് നിങ്ങൾ നോക്കി വെക്കണം, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ കൊമേഴ്സ് ഏരിയയിൽ നിന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ എക്സാം എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രീ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.